പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിൻ്റെ ബി ഭാഗം മുതലാണ് വായിക്കുന്നത്. ശ്രദ്ധിക്കണമേ. ലേവ്യനായ അഹറോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ഇന്നത്തെ സന്ദേശം കേൾക്കുന്നവർ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, പ്രാർത്ഥനയോടിരിക്കണം. നിങ്ങളുടെ ബന്ധങ്ങളെ കർത്താവ് റെസ്റ്റോർ ചെയ്യാൻ പോവാം. സഹോദരന്മാരുമായിട്ടായിരിക്കാം, ഭാര്യ ഭർത്തൃ ബന്ധമാക്കിയ അപ്പനും മക്കളും നമ്മളുടെ ബന്ധമാകാം. നിങ്ങളുടെ ബന്ധങ്ങളെ കർത്താവ് റെസ്റ്റോർ ചെയ്യാൻ പോവുക. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ സന്തോഷിക്കും. നിന്നെ എതിരേൽപ്പാൻ അവൻ പുറപ്പെട്ടു വരും. മോശ ഭയപ്പെട്ടിരിക്കുക. തൻ്റെ സഹോദരൻ തന്നെ തിരസ്കരിക്കും, തന്നെ എതിരേൽക്കില്ല എന്ന് മാത്രമല്ല, തന്നെ തിരസ്കരിക്കുമെന്ന ഭയത്തോടെ ഇരിക്കുമ്പം കർത്താവ് ഒരു മർമ്മം പറഞ്ഞു കൊടുക്കും. നിന്നെ കാണുമ്പം അവൻ്റെ ഹൃദയത്തിൽ പിശാച് കൈപ്പിടുന്നത് ഞാൻ തട്ടിത്തൂവിക്കളഞ്ഞിട്ട് നിന്നെ കാണുമ്പോൾ ഹൃദയത്തിൽ അവൻ സന്തോഷിക്കും. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയട്ടെ, ഞാൻ നിങ്ങളെ നോക്കി ആശീർവദിച്ച് പറയട്ടെ, നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളോട് അസാധാരണമായൊരു ഫേവർ തോന്നാൻ പോകും, അസാധാരണമായ കൃപ. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ കാണുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത തോന്നാം. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളായിരിക്കുന്ന അധികാരികളുടെ മുന്നിൽ ചെല്ലുമ്പം ചില ആളുകൾ പറയുന്നുണ്ട്, പക്ഷേ അവരെന്നെ കാണുമ്പോഴേ എന്നോട് ദേഷ്യമാണ്. അത് പിശാചിൻ്റെ പ്രവൃത്തിയാട്ടോ. നിങ്ങളെ കാണുമ്പം അവരുടെ ഹൃദയത്തിൽ കൈപ്പിടുന്നത് ഇന്ന് സ്വർഗം മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അവരുടെ ഹൃദയത്തെ ഇടപെടാൻ പോവുക. നിങ്ങളുടെ ആരെ നിങ്ങളെ എതിർത്ത് നിൽക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നോ, അവരുടെ ഹൃദയത്തെ മേലധികാരികളുടെ, നിങ്ങളുടെ ഓഫീസേഴ്സിൻ്റെ, നിങ്ങളുടെ അധ്യാപകരുടെ, നിങ്ങളെ അപ്പോയിൻ്റ് ദൈവം ബാക്കി വെച്ചിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടാൻ പോവുക. നിങ്ങളെ കാണുമ്പം അവർ ഹൃദയത്തിൽ സന്തോഷിക്കും. നിങ്ങൾ സന്തോഷത്തിന് കാരണമാകും. നിങ്ങളെ കാണുമ്പോൾ ചില സഭകൾ, ദേശങ്ങൾ, നിങ്ങളെ കാണുമ്പോൾ ചില സ്ഥാപനങ്ങൾ, ചില ബിസിനസ്സുകാർ, നിങ്ങളെ കാണുമ്പോൾ ചില കുടുംബം ഒക്കെ സന്തോഷിക്കും. കാര്യം നീ ഒരു സുവാർത്ത ദൂതനാകാൻ പോവുക. കർത്താവ് നിങ്ങളെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവയാക്കാൻ പോകും. നിന്നെ കാണുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു പുതിയ സീസണെ നിങ്ങളുടെ മുന്നിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആളുകൾ സ്വീകരിച്ചു. ചില രാജ്യങ്ങൾ സാധ്യതയില്ലാത്തതായിരുന്നു. ചില ഇൻ്റർവ്യൂ, ചില ജോലികൾ ഒക്കെ സ്വീകരിച്ചു, അപ്പോയിൻ്റ് ചെയ്തു, ഓപ്പണിംഗ് ആയി എന്ന് പറയുന്ന പ്രധാന സീസൺ, പ്രധാന മിനിസ്ട്രിയിലൊക്കെ കയറിയെന്ന് നിങ്ങൾ പറയുന്ന സാക്ഷ്യം മുഖാമുഖമായി പറഞ്ഞ് നാം സന്തോഷിക്കുന്ന വലിയൊരു അനുഗ്രഹം നാം കാണാം.